നമസ്കാരം, ഗുരുവായൂർ ഒട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. രാമായണ മാസം ആരംഭമാണ്. അപ്പോൾ രാമായണ മാസത്തിൻ്റെ ആശംസകൾ എല്ലാ ഭക്തർക്കും ആദ്യം തന്നെ നേരാണ് കേട്ടോ. ഈ ഒരു രാമായണ മാസത്തിൻ്റെ പുണ്യം എല്ലാവർക്കും ലഭ്യമാകട്ടെ, അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടകത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. രാമായണ മാസത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം കുറച്ച് പേർക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ രാമായണം പാരായണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളത്. പക്ഷേ മറ്റു പലർക്കും അറിയില്ല. ആ ഒരു അറിവില്ലായ്മ ഉണ്ടല്ലോ, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്കറിഞ്ഞാലാണ് നമ്മുടെ അടുത്ത തലമുറയിലേക്ക്, കുഞ്ഞു മക്കൾക്ക് ഇതെല്ലാം അറിവുകളായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ മറ്റു മതങ്ങളിലാണെങ്കിൽ അവർക്ക് നിർബന്ധിതമായിട്ട് മതപഠനമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ അതൊക്കെ അടുത്ത തലമുറയിലേക്ക് സ്വാഭാവികമായിട്ടും പോകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഹൈന്ദവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് വീട്ടിലുള്ള ഓരോ ഭവനങ്ങളിലും അമ്മമാർക്ക്, മുത്തശ്ശിമാർക്ക് അതിനുള്ള അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരും വിശ്വാസത്തിലൂടെ, ഭക്തിയിലൂടെ അവരെ നമുക്ക് വളർത്താനായിട്ടും സാധിക്കും. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ കർത്തവ്യവും അത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴേ അതിന് ചുവടെയായിട്ടുള്ള കമൻസുകളിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളതാണ്. അതായത് അടുത്ത തലമുറയിലേക്ക് ഹൈന്ദവ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതിൻ്റെ അറിവുകൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണത്, വലിയൊരു കർത്തവ്യമാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. അതായത് കർക്കിടക മാസത്തെക്കുറിച്ചിട്ട്, രാമായണ മാസത്തെക്കുറിച്ചിട്ട്, ഈ കർക്കിടകത്തിലെ രാമായണം പാരായണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട്, ഔഷധ സേവയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഈ കർക്കിടകത്തിൽ തന്നെ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് നിരവധി വിശേഷപ്പെട്ട ദിവസങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കർക്കിടകത്തിൻ്റെ പ്രത്യേകത? എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നതിന്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മുതിർന്നവർക്കാണെങ്കിലും അറിയുന്ന ഒരുപാട് അറിവുകളുള്ള ആചാര്യന്മാരായിട്ടുള്ള അത്രയും പണ്ഡിതരായിട്ടുള്ളവരെ, നല്ല അറിവുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. അതില്ലാത്തവരുണ്ട്. അപ്പോൾ ഇല്ലാത്തവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയായിരിക്കും. കർക്കിടക മാസത്തെക്കുറിച്ച്, രാമായണ മാസത്തെക്കുറിച്ച് ഒന്ന് പറയാം. വീഡിയോ എന്തായാലും മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ആദ്യം കർക്കിടകത്തിൻ്റെ ആദ്യത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയാം. സൂര്യനെ, അത് നമ്മുടെ പ്രത്യക്ഷ ദൈവമായിട്ടുള്ള സൂര്യഭഗവാന് 2 അയനങ്ങളാണുള്ളത്. ഒന്ന് ഉത്തരായനവും ഒന്ന് ദക്ഷിണായനമാണ്. അതിലെ ഉത്തരായനം തുടങ്ങുന്നത് മകരമാസം 1-ാം തീയതി ആണെങ്കിൽ ദക്ഷിണായനം തുടങ്ങുന്ന ദിവസമാണ് കർക്കിടക മാസം 1-ാം തീയതി. അതായത് ദേവന്മാർക്ക് അവരുടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമാണ്. 6 മാസം പകലും 6 മാസം രാത്രിയുമാണ്. അപ്പോൾ പകലിൻ്റെ സമയം കഴിഞ്ഞു, ഇനി രാത്രിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ ഏറ്റവും ആദ്യം സന്ധ്യ ആകണമല്ലോ. അപ്പോൾ സന്ധ്യ ആകുന്ന ഒരു സമയമാണ് ഈ ദക്ഷിണായനത്തിൻ്റെ തുടക്കം. അതായത് കർക്കിടകം 1 മുതലാണ് അവരുടെ സന്ധ്യ, അതായത് വൈകുന്നേരത്തെ സന്ധ്യാസമയം ആരംഭിക്കുന്നത് കേട്ടോ. ദേവന്മാരെല്ലാം അവരുടെ സന്ധ്യാസമയം. ഇപ്പം നമ്മൾ എങ്ങനെയാ സന്ധ്യയ്ക്ക്, വൈകുന്നേരത്തെ സന്ധ്യയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് നമ്മൾ നാമം ജപിക്കലേ ചെയ്യാം. ഇതന്നെയാണ് അവരും ചെയ്യുന്നത്. അതായത് അവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്, ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ അമൃതസ്വരൂപികളായിട്ടുള്ള നമ്മളും അതേപോലെ ചെയ്യണം എന്നാണ് പറയണത്. അവർ ജപിക്കുന്ന മന്ത്രം താരകമന്ത്രമാണ്, രാമമന്ത്രമാണ് ജപിക്കുന്നത്. മഹാദേവന് ആ രാമ എന്നുള്ള ആ 2 അക്ഷരം നൽകിയതിൻ്റെ കഥയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ് രാമമന്ത്രം എന്ന് പറയുന്നത്. താരകമന്ത്രം എന്നാണ് പറയുക. ദേവന്മാരെല്ലാം ജപിക്കുന്ന ഒരു മന്ത്രമാണ്. അത് നമ്മുടെ അടുത്തും ജപിക്കൂ എന്ന് തന്നെയാണ് പറയണത്. പിന്നെ ഈ രാമമന്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയണത്, ഈ രാ എന്ന് പറയുമ്പോൾ നമ്മുടെ വായ തുറക്കുകയാണ് ചെയ്യുക. എന്ന് പറയുമ്പോൾ രാ എന്ന് പറയുമ്പോൾ തുറക്കല്ലേ, ഓപ്പൺ ചെയ്യാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കൽമഷങ്ങൾ എല്ലാം പുറത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത് ഈ വായ തുറക്കുന്നതിലൂടെ. പിന്നെ മാ പറയുമ്പോൾ
മാ പറഞ്ഞിട്ട് അവസാനിക്കുമ്പോൾ അതായത് പൂട്ടുകയാണ് ചെയ്യുന്നത്, വായ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താ, മോശപ്പെട്ട എല്ലാത്തിനെയും പുറത്തേക്ക് കളഞ്ഞിട്ട് ആ വായ അടയ്ക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളം ശുദ്ധാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ രാമമന്ത്രം ജപിക്കുമ്പോഴും നമ്മുടെ ഉള്ളത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനുവേണ്ടി ചികിത്സകൾ തേടേണ്ടി വരുന്നവരുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാത്തവരുണ്ട്. ഒന്ന് ജപിച്ചു നോക്കൂ എന്നാണ് പറയണത്. പരീക്ഷണാടിസ്ഥാനത്തിലല്ല കേട്ടോ, വിശ്വാസത്തോട് കൂടിയിട്ട് നാമം ജപിച്ചു നോക്കൂ. പ്രത്യേകിച്ച് ഈ രാമായണ മാസത്തിലെ രാമനാമം ജപിച്ചു നോക്കൂ. നമ്മളെ തന്നെ അത് ശുദ്ധീകരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക. നമ്മുടെ മനസ്സിന് ഉള്ളിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളും അതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോസിറ്റിവിറ്റി നിറയാണ് ചെയ്യുക. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും, നല്ല പ്രവൃത്തികൾ എടുക്കാനായിട്ട് സാധിക്കും, നന്നായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് ക്ലീൻ ആണെങ്കിൽ നല്ല നല്ല ആശയങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. അതല്ലേ നമ്മുടെ വിജയം. അപ്പോൾ പിന്നെ എല്ലാ മേഖലകളിലും നമ്മുടെ കഴിവുകൾ, ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ തെളിയിക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും നല്ല ഫലം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയം. അതിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു മാസമാണ് രാമായണ മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ശുദ്ധീകരിക്കുക, നമ്മുടെ ശരീരം ശുദ്ധാക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭവനങ്ങൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. കർക്കിടക സംക്രാന്തി മുതലേ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ രാമായണ മാസത്തെ വരവേറ്റിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ ഒരു മാസം കഴിയുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും ശുദ്ധരായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ രാമായണ മാസത്തെ ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ആചരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കർക്കിടക മാസത്തിൽ രാമായണത്തിന്, അതും എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണത്തിന് ഇത്രയേറെ പ്രസക്തി വന്നത്, പ്രാധാന്യം വന്നത് അത് മലയാളത്തിലാണ് എന്നതുകൊണ്ടാണ് കേട്ടോ. വാൽമീകി രാമായണം, അതിൻ്റെ ഭാഷ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതിൽ വിദഗ്ധരായവരെ, പ്രാഗൽഭ്യം നേടിയിട്ടുള്ളവരൊക്കെ അത് വായിക്കുന്നുണ്ട്. പക്ഷേ അപൂർവമായിട്ട് വീട്ടിൽ എണ്ണാവുന്നവരെ അതൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ എഴുത്തച്ഛൻ്റെ രാമായണം നമ്മുടെ ഭാഷയിലായതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയേറെ പ്രാധാന്യം കൈവന്നത്. അപ്പോൾ അത് വായിക്കൂ 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 എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. വായിക്കാനായിട്ട് സമയം കിട്ടാത്തവർക്ക് ഞാൻ ഏകശ്ലോകി രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നാരായണീയത്തിലുള്ള രാമായണ കഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ദശകങ്ങളിലാണെന്നും. അതേപോലെ ഭാഗവതത്തിലുള്ള രാമായണ കഥയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീരെ പറ്റാത്തവരാണ്, രാമായണം വായിക്കാനായിട്ട് സാധിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയെങ്കിലും വായിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. വെറുതെ നമ്മൾ അധര വ്യായാമം, നമ്മുടെ സമയം പോകുന്നതിനായിട്ട് വായിക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്നിപ്പോൾ കർക്കിടക മാസം 1-ാം തീയതിയാണ്. വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ചില വീടുകളിലൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഇല്ലാത്തവർ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് വീട്ടിലുള്ള എല്ലാവരും, ഇപ്പോൾ എത്തിയിട്ടുള്ള എല്ലാവരും, ജോലിക്കൊക്കെ പോകുന്നവരുണ്ടായിരിക്കും. കാരണം വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ, അത് അവധിയില്ലാത്തൊരു ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്. അങ്ങനെ വിളക്ക് വെക്കുന്ന സമയത്ത് എല്ലാവരും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് വന്നിട്ട് വിളക്ക് കൊളുത്തുന്നു. വിളക്ക് കൊണ്ടുപോയിട്ട് ഉമ്മറത്ത് വെക്കുന്നു, അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുന്നു. അവിടെ മുതിർന്നവർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ, അമ്മമാർ ഇരുന്നിട്ട് രാമായണം പാരായണം ചെയ്യുന്നു. കുട്ടികളെല്ലാവരും കേൾക്കാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല സുഖമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒപ്പം തന്നെ ധൂപക്കുറ്റികൾ, ഇപ്പോൾ ചന്ദനത്തിരി, അങ്ങനെ കുന്തിരിക്ക, ഇതൊക്കെ പുകച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അവിടെ എല്ലാം ശുദ്ധാക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചന്ദനം നല്ലത് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ വീടിനുള്ളിലൊക്കെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് തോന്നുക. അതാണ് നമുക്ക് വേണ്ടതും. എല്ലാ നെഗറ്റീവ് എനർജീസിനെ മാറ്റിയിട്ട് പോസിറ്റിവിറ്റി നിറയ്ക്കാനാണ് രാമായണം പാരായണം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടക മാസം അല്ലെങ്കിൽ മിഥുനം കർക്കിടകമൊക്കെ നല്ല മഴയുള്ള ഒരു സമയമാണ്. ആനയ്ക്ക് പോലും അടി തെറ്റുന്ന സമയമാണെന്നാണ് പറയുക. അപ്പോൾ ദഹന പ്രക്രിയയൊക്കെ ഉണ്ടല്ലോ, അത് മനുഷ്യരുടെ ആണെങ്കിലും മൃഗങ്ങളുടെ ആണെങ്കിലും ദഹന പ്രക്രിയയൊക്കെ വളരെ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ അത് അത്രയധികം പ്രവർത്തിക്കാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, ദഹനത്തിനായിട്ട് കൂടുതൽ സമയമെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ കഞ്ഞിയൊക്കെ അതാണ് ഔഷധ കഞ്ഞിയായിട്ടാണ് കുടിക്കേണ്ടത്. കാരണം അത് കുറച്ചും കൂടെ എന്താ പറയുക, കൺസിസ്റ്റൻസി, അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ ഒരു വെള്ളമായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആഗിരണം ചെയ്യാനും ഒപ്പം തന്നെ പെട്ടെന്ന് ദഹിപ്പിക്കാനും ഒക്കെ സാധിക്കും. അതാണ് ഔഷധ കഞ്ഞി എന്ന് തന്നെ അതിനെ പറയുന്നത്. ആ രൂപത്തിലാക്കിയിട്ടാണ് ഔഷധ കഞ്ഞി നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നാമജപത്തിലൂടെ, ഇപ്പോൾ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുക. അപ്പോൾ സൂര്യൻ്റെ ബലം കുറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പുണ്യാത്മാക്കൾക്ക്
ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭജിക്കൂ, ഭഗവാനെ ഭജിക്കൂ എന്ന് നിർബന്ധമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഔഷധ സേവനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒന്ന് നേരത്തെ പറഞ്ഞ ഔഷധ കഞ്ഞിയാണ്. പിന്നെ സുഖ ചികിത്സകൾ നടക്കുന്ന ഒരു സമയമാണ്. അത് മനുഷ്യർക്കാണെങ്കിലും ആനകൾക്ക്, ആനയൂട്ട് ഇപ്പോൾ നടക്കുന്ന അതിലൊക്കെ ആനയൂട്ടാണ്. അപ്പോൾ ആനയൂട്ട് നടക്കുന്ന ഒരു സമയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ദശപുഷ്പങ്ങൾ തലയിൽ ചൂടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദശപുഷ്പങ്ങൾ ഇതെല്ലാം തന്നെ ഔഷധങ്ങളാണ്. അത് നമ്മുടെ തലയിൽ, മുടിയിൽ ചൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന കുറച്ച് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാം. അതിൻ്റെ ആ ഒരു സുഗന്ധമെങ്കിലും നമുക്ക് ആഗിരണം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഈ ദശപുഷ്പങ്ങളിൽ ഇപ്പോൾ കറുകൊക്കെ വളരെ നല്ല മരുന്നാണെന്നാണ് പറയുക. അതൊക്കെ എണ്ണയൊക്കെ കാച്ചിയിട്ട് തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ, താളിയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ അത്രയേറെ ഫലം ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെന്താണ് പറയണത്? പത്തിലക്കറി. ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പത്തിലക്കറിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയ്യിൽ മൈലാഞ്ചി അണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അധികം നല്ല കളറൊന്നും വന്നിട്ടില്ല കേട്ടോ, കുറച്ച് നേരം ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ മൈലാഞ്ചിയൊക്കെ അണിയുക, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ നന്നാക്കുകയാണ് ചെയ്യണത്. അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നറിയോ? കാരണം ഈ ഔഷധിയുടെയൊക്കെ കാരകനായിട്ടുള്ളത് ചന്ദ്രനാണ്. ചന്ദ്രന്റെ ക്ഷേത്രമാണ് കർക്കിടകം. അപ്പോൾ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ബലം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ വേഗം പ്രവർത്തിക്കുന്നത്. നമുക്ക് അനുകൂല സമയത്താണ് നമ്മുടെ ശരീരം, നമുക്ക് ഒരു അനുകൂല സമയമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നാകും, നല്ല ഫലം കിട്ടും. പക്ഷെ നമുക്ക് അനുകൂലമല്ലാത്ത സമയമാണ്, നമുക്ക് സമയദോഷമുള്ളതാണെങ്കിൽ എത്ര നല്ലത്, എത്ര കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ നമുക്കത് എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ അനുകൂല സമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള സമയമാണ്. അപ്പോൾ ചന്ദ്രന് അനുകൂലമുള്ള, ചന്ദ്രൻ ഔഷധിയുടെ കാരകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഔഷധങ്ങളൊക്കെ നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ഏറ്റവും കൂടുതൽ ഈ കർക്കിടക മാസത്തിലെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം അമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, കൂടുതലും സ്ത്രീകളാണ് കേട്ടോ. അവരൊക്കെ എല്ലാ വർഷവും കൃത്യമായിട്ട് കർക്കിടകത്തിൽ ഔഷധ സേവ ചെയ്യുന്നവരുണ്ടായിരിക്കും. പ്രായമായവരൊക്കെ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം പണ്ട് മുതലേ അങ്ങനെ ചെയ്തു വന്നിട്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും. ചില പ്രത്യേക മരുന്നുകളൊക്കെ കർക്കിടക മാസത്തിൽ ഇപ്പോൾ കഷായമൊക്കെ വെച്ച് കുടിക്കുക, അതൊക്കെ സ്ഥിരമായി ചെയ്യുന്നവരുണ്ടായിരിക്കും. അത് പണ്ടുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത്രയും ആരോഗ്യത്തോട് കൂടിയിട്ട് ഇപ്പോഴും ഇരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ്. അത് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ തലമുറയിലും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കിയിട്ട് എടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുക, മരുന്ന് കഞ്ഞി കുടിക്കുക, ദശപുഷ്പങ്ങൾ ചൂടുക, മൈലാഞ്ചി അണിയുക. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ആരോഗ്യ സംരക്ഷണം ഒന്ന് മാത്രമാണ്. പിന്നെ ഇതിലെല്ലാം മഹാലക്ഷ്മിയുടെ കടാക്ഷമുള്ള വസ്തുക്കളും കൂടിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഇതൊക്കെയാണല്ലോ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് വേണ്ടത്. അതെല്ലാം ഈ ഒരൊറ്റ മാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇതിനധികം പണച്ചെലവൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം മരുന്ന്, ഔഷധക്കഞ്ഞി, അതിൻ്റെ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ചെങ്കിലും പണച്ചെലവ് വരുന്നത്. പക്ഷെ അതിൽ കുറച്ചൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെയുള്ളതാണ്. ആ അരിയാണെങ്കിലും അതൊക്കെ അതിനൊന്നും അധികം വിലയൊന്നുമില്ല അല്ലേ. പക്ഷെ അത് നമ്മൾ വെച്ച് കഴിക്കുന്നതിലൂടെ അത്രയും മൂല്യമുള്ള ആരോഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് മാനസിക ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട്, അതിനാണ് ഭഗവാനെ വിളിക്കൂ എന്ന് പറയുന്നത്. കാരണം മാനസിക ആരോഗ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുണ്ടെങ്കിലാണ് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാൻ കൂടെ ഉണ്ടാകുള്ളൂ. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പിന്നെ ഈ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൂടെ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഔഷധങ്ങൾ സേവിക്കുന്നത്. ഇതെല്ലാം കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി, എല്ലാം നന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ നല്ല ഒരു മാസത്തെ പൊന്നിൻ ചിങ്ങപ്പുലരിയെ നമുക്ക് വരവേൽക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പൂർവികര് ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ ആചരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം മഴക്കാലാണ്, നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. പുറത്തിപ്പോൾ കൃഷിക്കൊന്നും അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പണ്ടുള്ളവർ കൃഷിയായിരുന്നല്ലോ മുഖ്യമായിട്ടുള്ള അവരുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു സമയം ഭഗവാനെ ഭജിക്കാനായിട്ട് അവരിരുന്നു. കാരണം ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാമായി. അപ്പോൾ ഭഗവാനെ കൂടെ പിടിച്ച് നിർത്തിയിട്ട് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പല പല കാരണങ്ങളാണ് കേട്ടോ. ഇനിയും ധാരാളമായിട്ട് കാരണങ്ങൾ പറയാനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് കർക്കിടക മാസത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നത്. രാമായണം വായിക്കൂ എന്ന് പറയണത്.
കാരണം രാമായണത്തിൽ പറയുന്നത് രാമൻ്റെ യാത്രകളാണ്. രാമൻ്റെ ഓരോരോ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണം എന്നാണ് നമ്മളോട് അടുത്ത് എപ്പോഴും പറയുക. ഈ ധർമ്മം പറഞ്ഞു തരുന്ന പല ഗ്രന്ഥങ്ങളും ഉണ്ട്, പല പുരാണങ്ങളും ഉണ്ട്. പക്ഷേ രാമായണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അതായത് എങ്ങനെയാണ് ധർമ്മം ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഉദാഹരണ സഹിതം വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് രാമായണം. അതുകൊണ്ടാണ് അത് വായിക്കൂ എന്ന് പറയുന്നത്. നിരവധി കാര്യങ്ങളാണ് പറയുന്നത് രാമായണത്തിൽ. അത് നമ്മൾ അർത്ഥം ഉൾക്കൊണ്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും, എന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ രാമായണത്തെക്കുറിച്ച് അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഭഗവാൻ വിചാരിച്ചാൽ നമുക്ക് അതും കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത. പിന്നെ രാമായണം വായിക്കുന്ന സമയത്ത് ഹനുമാൻ എന്തായാലും കൂടെ ഉണ്ടാകും, നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം രാമായണം പാരായണം ചെയ്യാനായിട്ട്, രാമനാമം ജപിക്കാനായിട്ട്. ഞാൻ മുൻപൊരിക്കലേ രാമൻ്റെ കഥയാണെന്ന് തോന്നുന്നു, രാമനാമത്തിൻ്റെ മഹത്വം എന്തോ ഒന്ന് പറയുന്ന സമയത്ത് അതിന് ചുവടെയായിട്ട്, ആ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് ഒരു ഭക്തൻ്റെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ഒരു കമൻറ്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് രാമനാമത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. കാരണം ഹനുമാനെ കാണാനായിട്ട് ഹനുമാന്റെ ക്ഷേത്രത്തിൽ വില്വമംഗലം എത്തിയിരിക്കുകയാണ്. വില്വമംഗലത്തിന് എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കുമല്ലോ അദ്ദേഹത്തിന്, എല്ലാവരും പ്രത്യക്ഷമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഹനുമാന്റെ സാന്നിധ്യം അവിടെ, അതായത് ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ ഭഗവാനെ അന്വേഷിച്ചു പോകുന്നത് പോലെ തന്നെ ഇദ്ദേഹം ഹനുമാനെയും ഒന്ന് അന്വേഷിച്ചിറങ്ങി. അദ്ദേഹത്തിന്റെ അകക്കണ്ടുകൊണ്ട്, അദ്ദേഹം അത്രയും പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ദിവ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാനായിട്ട് സാധിച്ചു, ഹനുമാൻ ഒരിടത്ത് ഒരു ശൗചാലയത്തിനകത്താണ് അദ്ദേഹത്തിന്റെ സാമീപ്യം എന്ന് മനസ്സിലായി. അപ്പോഴാണ് അതിനകത്തിരുന്നിട്ട് ഒരാൾ, അതായത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തോ ഒരു സമയത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ, പേടിയുണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് രാമനാമം ജപിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൗചാലയം എന്നുള്ള വാക്കിനെയല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, രാമനാമത്തിനെയാണ്. രാമനാമം എവിടെയുണ്ടോ അവിടെ ഹനുമാൻ ഉണ്ടാകുമെന്നാണ് പറയണത്. അതെല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. വായിക്കുന്ന സമയത്ത് ഹനുമാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം കൊടുത്തിട്ടാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹനുമാന്റെ ആ ഒരു പ്രഭാവം ഉണ്ടല്ലോ, ആ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വായിക്കുന്ന സമയത്ത് അതും കൂടെ മനസ്സിൽ എത്തിക്കൊണ്ട് വായിക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. ഇതോടൊപ്പം തന്നെ രാമായണ മാസത്തെക്കുറിച്ച്, രാമായണം വായിക്കുന്നതിനെ കുറിച്ച് ഭക്തർക്ക് ഉണ്ടായ 1-2 സംശയങ്ങൾ കൂടെ പറയാം കേട്ടോ. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ കുട്ടികളുടെ ചോറൂണ് കഴിയാതെ മുക്കുറ്റിച്ചാന്ത് തൊടാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് പറയാം. കാരണം ഇന്ന് രാമായണ മാസം ആരംഭിച്ചിരിക്കുകയാണ്, 30 വെള്ളിയും കൂടിയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും മുക്കുറ്റി ചാന്ത് തൊടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രസവം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ 28 കഴിയാതെ അമ്മമാരെ മുക്കുറ്റി ചാന്ത് തൊടണ്ട എന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം അത് 28 കഴിഞ്ഞാലാണ് ശുദ്ധാകുക. കാരണം മുക്കുറ്റി ചാന്ത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, മുക്കുറ്റിയുടെ ആ ഇല എടുത്തിട്ട് നന്നായി ഇങ്ങനെ അരച്ചിട്ടോ അതിൻ്റെ ആ നല്ല കട്ടിയുള്ള നീരെടുത്തിട്ട് ആദ്യം ഭഗവതിയുടെ അവിടെ കൊണ്ടുവയ്ക്കും, വൽക്കണ്ണാടിയുടെ അവിടെ കൊണ്ടുവച്ചിട്ടാണ് പിന്നെ തൊടുക. അപ്പോൾ അത് പ്രസാദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുപോയി ഇത് തൊടാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ 28 കഴിഞ്ഞിട്ട് തൊട്ടോളൂ എന്ന് പറയാറുണ്ട്. കുട്ടികൾക്ക് തൊടിയിക്കാനായിട്ട് പാടില്ല കേട്ടോ. കുട്ടികൾക്ക് ചോറൂണ് കഴിഞ്ഞിട്ടാണ് തൊടിയിക്കാനായിട്ട് പാടുള്ളൂ. അതുവരെ അവർക്ക് ഇപ്പോൾ കൺമഷി തൊട്ട് കൊടുക്കാം, വയമ്പ് തൊട്ട് കൊടുക്കാം. അത് ശുദ്ധമായിട്ടുള്ള വയമ്പാണെങ്കിൽ വയമ്പ് തൊട്ട് കൊടുക്കാം. പ്രസാദങ്ങളൊക്കെ ചോറൂണിന് ശേഷമാണ് തൊടിക്കാറുള്ളത്. അപ്പോൾ 28 കഴിഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് മുക്കുറ്റി ചാന്ത് തൊടാനായിട്ട് സാധിക്കും, കുട്ടികൾക്ക് തൊടാനായിട്ട് പാടില്ല. ഇതോടൊപ്പം തന്നെ പീരീഡ്സ് ആയ സമയത്ത് മുക്കുറ്റി ചാന്ത് തൊടാമോ, രാമായണം പാരായണം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുലയുള്ള സമയത്തും മുക്കുറ്റി ചാന്ത് തൊടാമോ, രാമായണം പാരായണം ചെയ്യാമോ എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൂടെ പറയാം. പീരീഡ്സ് ആയ സമയത്ത് മുക്കുറ്റി ചാന്ത് തൊടുന്നതിൽ വിരോധമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭഗവതിയുടെ അവിടെ കൊണ്ടുവെക്കണ്ട, അല്ലാതെ തൊടാം. അപ്പോൾ ഇത് വെറുതെ നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നീരെടുത്തുകൊണ്ട് മുക്കുറ്റി ചാന്ത് തൊടാനായിട്ട് സാധിക്കും കേട്ടോ. അതിലൊന്നും വിരോധമായിട്ട് പറയാറില്ല. പുലയുള്ള സമയത്തും ഇതേപോലെ തന്നെയാണ് കൺസെപ്റ്റ്. പുലയുള്ള സമയത്തും മുക്കുറ്റി ചാന്ത് തൊടാം, ഭഗവതിയുടെ അവിടെ കൊണ്ടുപോയിട്ട് വെക്കണ്ട എന്നാണ് പറയാറുള്ളത്. പിന്നെ രാമായണം പാരായണം ചെയ്യാനായിട്ട് പാടുണ്ടോ എന്നുള്ളതാണ്. പീരീഡ് സമയത്ത് സ്ത്രീകൾ രാമായണം പാരായണം ചെയ്യാറില്ല കേട്ടോ. അതങ്ങനെയാണ് രാമായണം പാരായണം ചെയ്യാറില്ല. കാരണം രാമായണത്തിന് അത്രയും മഹത്വമുള്ള അത്രയും നല്ല നമുക്ക് ഭഗവാൻ തന്നെയായിട്ടുള്ള പുസ്തകമായിട്ടാണ്, ഭഗവാന്റെ കഥകളാണ് അതിൽ പറയണത്. അതുകൊണ്ട് തന്നെ പീരീഡ് സമയത്ത് രാമായണം വായിക്കാറില്ല കേട്ടോ. പക്ഷെ പോലെയുള്ള സമയത്ത് വായിക്കാം.
മരണവീടുകളിൽ പോലും രാമായണം വായിക്കാറുണ്ട്. മൃതദേഹം സംസ്കാരത്തിനായിട്ട് എടുക്കുന്ന സമയം വരെ രാമായണം വായിക്കാറുണ്ട്. അതുകൊണ്ട് വിരോധമില്ല. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ദിലീപിന്റെ സിനിമയുണ്ടല്ലോ, അതിലെ കുഞ്ചാക്കോ ബോബനെ ഇരുത്തിയിട്ട് വായിക്കുന്നുണ്ട് മരണവീട്ടിൽ. അതുകൊണ്ട് തന്നെ പുലയുള്ള സമയത്ത് രാമായണം വായിക്കാം, പക്ഷെ പീരീഡ്സ് ആയ സമയത്ത് രാമായണം വായിക്കാറില്ല കേട്ടോ. അപ്പോൾ അതും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. മൈലാഞ്ചി ഇടാത്തവരൊക്കെ മൈലാഞ്ചി ഇട്ടോളൂ, ദശപുഷ്പം ചൂടിക്കോളൂ, മുക്കുറ്റി ചാന്ത് തൊട്ടോളൂ, ഔഷധക്കഞ്ഞി സേവിച്ചോളൂ. ഒപ്പം തവിട് കൊണ്ടുള്ള അടയുണ്ടല്ലോ, തവിടടയും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ കേട്ടോ. തവിടൊക്കെ നന്നായി കുഴിച്ചിട്ട് നാളികേരും ശർക്കരയൊക്കെ വെച്ചിട്ട് ദോശക്കല്ലൊക്കെ ചുട്ടെടുക്കില്ലേ, അത് വളരെ പോഷക സമൃദ്ധമാണ്. ഇന്ന് കഴിക്കേണ്ട ഒന്നും കൂടിയാണ് തവിടട എന്ന് പറയുന്നത്. അപ്പം അതും കൂടെ തയ്യാറാക്കിയിട്ട് കഴിച്ചോളൂ കേട്ടോ. ഇതെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ആചാരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ ഭംഗിയായിട്ട് ആചരിക്കാനായിട്ട് സാധിക്കുമല്ലോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് എന്ന് കരുതുകയാണ് കേട്ടോ. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ചൂടായിട്ട് ചോദിച്ചോളൂ. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. ഒപ്പം അലങ്കാരങ്ങളും കൂടുതൽ രാമായണ വിശേഷങ്ങൾ, രാമായണ മാസത്തെ ആചരിക്കേണ്ട രീതികൾ, അങ്ങനെയൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.